प्रिय बच्चे, आप कैसे हैं? सभी खुशी है ना? ओके। पिछले कक्षा में हमने कंप्यूटर की उपयोगिता के बारे में चर्चा किया। कंप्यूटर के बारे में, इनसैट उपग्रह के बारे में, इंटरनेट के बारे में, इसका उपयोग अच्छी तरह करना चाहिए, नहीं तो खतरनाक है। ओके। अब देखिए पेज नंबर 19. ഇന്ന് നമ്മൾ ഒരു കഹാനിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് തെന്നാലി രാമനെ കുറിച്ചിട്ടൊരു കഥ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു തെന്നാലി രാമനെ കുറിച്ചിട്ടുള്ള സ്റ്റോറികളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അത്തരത്തിലൊരു തെന്നാലി രാമനെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. പേജ് നമ്പർ 19 എടുക്കുക. തെന്നാലി രാമൻ കഹാനി അല്ലേ? കഹാനി മീൻസ് സ്റ്റോറി. लिसन. तेनाली रामन का जन्म 16वीं शताब्दी में आंध्र प्रदेश में हुआ था. बचपन में ही इनके पिता का निधन हो गया था. इनकी माँ ने ही इनका पालन पोषण किया. तेनाली रामन बचपन से ही बहुत चतुर थे. राजा कृष्णदेव राय विजयनगर के राजा थे. उन्होंने तेनाली रामन को अपने दरबार में कवि का कार्य सौंपा था, लेकिन उनकी बुद्धिमत्ता देखकर सलाह लेने लगे. उनके दरबार में कई दरबारी थे, लेकिन उनमें से सबसे ज़्यादा बुद्धिमान थे तेनाली रामन. तेनाली रामन किसी भी समस्या को तुरंत हल कर देते थे. इसी कारण राजा कृष्णदेव राय उनका पूरा सम्मान करते थे. एक दिन की बात है, राज दरबार में दूसरे देश का एक विद्वान आया. उसने कहा, राजन, मैंने आपके दरबारियों के बारे में बहुत कुछ सुना है. क्या मैं उनकी परीक्षा ले सकता हूँ? राजा ने इधर उधर देखा और बोले, हाँ हाँ, क्यों नहीं. विद्वान ने कहा, मेरे पास एक भेड़ है, वह बहुत पेटू किस्म की है. क्या कोई दरबारी ऐसा कर सकता है कि वह घास न खाए जबकि ताज़ी घास उसके सामने पड़ी हो? एक दरबारी बोल उड़ा, यह कौन सा मुश्किल कार्य है. भेड़ का मुंह बांध दो, तब वह चाह कर भी घास नहीं घस पाएगी. दूसरा दरबारी बोला, ऐसा भी तो कर सकते हैं कि भेड़ को एक पिंजरे में बंद कर दिया जाए और पिंजरे के बाहर घास रख दी जाए. शर्त भी पूरी हो जाएगी और भेड़ घास भी नहीं गा पाएगी. ഇതുവരെ നോക്കൂ കേട്ടോ. പേജ് നമ്പർ 19. തെന്നാലി രാമൻ കാ ജന്മ. തെന്നാലി രാമൻ്റെ ജനനം 16वीं शताब्दी में 16ാം നൂറ്റാണ്ടിൽ ആന്ധ്രാപ്രദേശ് മേ ഹുവാത്ത. ആന്ധ്രാപ്രദേശിലാണ് നമ്മുടെ തെന്നാലി രാമൻ 16ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത്. ബച്പൻ മേം ഹി. എന്താ ബച്പൻ? ചൈൽഡ്ഹുഡ് അല്ലേ? കുട്ടിക്കാലത്ത്. മേം ഹി, കുട്ടിക്കാലത്ത് തന്നെ. ഇൻകെ പിത, അദ്ദേഹത്തിൻ്റെ പിത മീൻസ് ഫാദർ. കാ നിധൻ ഹോ ഗയ. നിധൻ മീൻസ് ഡെത്ത്, മരണം. ഹോ ഗയാത്ത, ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത്, തെന്നാലി രാമൻ്റെ കുട്ടിക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചത്. ഇൻകി മാംനെ, ഇദ്ദേഹത്തിൻ്റെ. ഇൻകി മീൻസ് ഇദ്ദേഹത്തിൻ്റെ. മാംനെ, അമ്മയാണ്. ഹി, അമ്മ തന്നെയാണ്. ഇൻക, ഇദ്ദേഹത്തെ. പാലൻ പോഷൻ കിയ, ചെറുപ്പം മുതലേ പാലൻ പോഷൻ ചെയ്യുക. എന്താ പാലൻ പോഷൻ? പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ? അമ്മയാണ് അവനെ, കുട്ടിയായിട്ടുള്ള നമ്മുടെ തെന്നാലി രാമനെ സംരക്ഷിച്ചിരുന്നത്. തെന്നാലി രാമൻ ബച്പൻ സേ ഹി ബഹുത് ചതുർത്തെ. തെന്നാലി രാമനാകട്ടെ ബച്പൻ സേ ഹി, കുട്ടിക്കാലം മുതൽ തന്നെ. ബഹുത്ത്, വളരെയധികം. ചതുർ മീൻസ് ക്ലവർ, ബുദ്ധി സാമർഥ്യമുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മുടെ തെന്നാലി രാമൻ. നെക്സ്റ്റ് പാരഗ്രാഫ്. രാജ കൃഷ്ണദേവ് റായ് വിജയനഗർ കെ രാജാത്തെ. ഇനി രാജ മീൻസ് കിങ് ആയിട്ടുള്ള കൃഷ്ണദേവ് റായര് വിജയനഗർ കെ രാജാത്തെ. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. ഉന്നോനെ, അദ്ദേഹം. തെന്നാലി രാമനെ അപ്നെ ദർബാർ മേ, തൻ്റെ സദസ്സിലെ കവി കാ കാര്യ സൗമ്പാത്ത, കവിയുടെ അല്ലേ? തെന്നാലി രാമനെ
കവിയുടെ കാര്യം, കവിയുടെ ജോലിയിൽ കവിയായിട്ടാണ് സൗംപാത്ത. അദ്ദേഹം അവിടെ തെന്നാലിരാമൻ ഒരു കവിയായിട്ട് അവിടെ ജോയിൻ ചെയ്തു. ലേക്കിൻ എന്നാൽ ഉൻകി ബുദ്ധിമത്ത, എന്താ ബുദ്ധിമത്ത? അതിൻ്റെ വിസ്ഡം അല്ലേ, അദ്ദേഹത്തിൻ്റെ അറിവ്, നമ്മുടെ തെന്നാലിരാമൻ്റെ അറിവ് ദേക്കർ, ആ അറിവ് കണ്ടിട്ട് സലാഹ് ലേനയിലേക, എന്ത് ചെയ്യാൻ തുടങ്ങി? സലാഹ് മീൻസ് അഡ്വൈസ്, ഉപദേശങ്ങൾ ലേനയിലേക, അദ്ദേഹത്തിൽ നിന്ന് ഉപദേശങ്ങൾ ആരായാൻ തുടങ്ങി, അല്ലെ എന്തെങ്കിലും കാര്യത്തിന് ഉപദേശം ഇദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങി. ആരിൽ നിന്ന്? തെന്നാലിരാമൻ്റെ അറിവ് ഇദ്ദേഹത്തിന് നമ്മുടെ കൃഷ്ണദേവരായക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ തെന്നാലിരാമനിൽ നിന്ന് ഇദ്ദേഹം എന്തൊരു കാര്യത്തെക്കുറിച്ചും ഉപദേശം തേടാൻ തുടങ്ങി നമ്മുടെ കൃഷ്ണദേവരായ രാജാവ്. ഓക്കെ. ഉൻകെ ദർബാർമേ, അദ്ദേഹത്തിൻ്റെ ദർബാറിൽ, രാജസദസ്സിൽ കൈ ദർബാരീത്തെ, ഒരുപാട് സദസ്യരുണ്ടായിരുന്നു, പല കഴിവുകളുള്ള സദസ്യരുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ ഉന്മേംസെ, അവരിൽ സബ്സെ ജ്യാദ, ഏറ്റവും കൂടുതൽ ബുദ്ധിമാൻത്തെ, നല്ല അറിവുള്ള സ്കോളറായിരുന്നു, അറിവുള്ള പണ്ഡിതനായിരുന്നു ആര്? തെന്നാലിരാമൻ. അപ്പം കൃഷ്ണദേവരായക്ക് ദർബാർമേ അനേക ദർബാരീത്തെ ഉന്മേംസെ, അല്ലേ, കൃഷ്ണദേവരായരുടെ രാജസദസ്സിൽ അനേക ദർബാരീത്തെയും, അല്ലേ, ദർബാർമേയും, അദ്ദേഹത്തിൻ്റെ റോയൽ കോർട്ടിൽ അനേക ദർബാരീത്തെയും, അല്ലേ, ഒരുപാട് സദസ്യരുണ്ടായിരുന്നു. ഉന്മേംസെ, അവരിൽ എന്താണ്? ജ്യാദ ബുദ്ധിമാൻ തെന്നാലിരാമൻ, ഏറ്റവും കൂടുതൽ ബുദ്ധി സാമർഥ്യമുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ തെന്നാലിരാമൻ. നെക്സ്റ്റ് പാരഗ്രാഫ്. തെന്നാലിരാമൻ കിസി ബി സമസ്യക്കോ തുരന്ത് ഹൽ കർ ദേത്തെ थे. എന്താ തെന്നാലിരാമൻ്റെ പ്രത്യേകത? തെന്നാലിരാമൻ കിസി ബി സമസ്യ മീൻസ് പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രോബ്ലംസിന് തുരന്ത് സഡൻലി, പെട്ടെന്ന് തന്നെ ഹൽ കർ സക്തേ ഹേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ തെന്നാലിരാമൻ അതിന് പെട്ടെന്ന് തന്നെ ഹൽന മീൻസ് സോൾവ് ചെയ്യുക, അല്ലേ, ഹൽ കർ സക്തേ എന്നാൽ സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഈ കാരണത്താൽ രാജാ കൃഷ്ണദേവരായര് ഉൻകാ പൂരാ സമ്മാൻ കർത്തേത്തെ, അദ്ദേഹത്തിനെ പൂരാ സമ്മാൻ, നന്നായിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? സമ്മാൻ കർത്തേത്തെ, റെസ്പെക്റ്റ് ചെയ്തിരുന്നു, ആദരിച്ചിരുന്നു. അപ്പോൾ കോയി സമസ്യ, കൃഷ്ണദേവരായ के सामने कोई समस्या है तो वह जल्दी से हल करने के लिए തെന്നാലിരാമൻ കോ സക്തേ थे, അല്ലേ, അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, കൃഷ്ണദേവരായർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നമ്മുടെ തെന്നാലിരാമന് സാധിച്ചിരുന്നു. ഇസ്ലിയെ ഉൻക പൂര സമ്മാൻ കർത്തേത്തെ, അല്ലെ, കൃഷ്ണദേവരായർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വളരെയധികം ആദരിച്ചിരുന്നു. ഏക് ദിൻ കി ബാത്ത് ഹെ, ഒരു ദിവസം ഉണ്ടായൊരു കാര്യമാണ് പറയുന്നത്. രാജ് ദർബാർമേ, റോയൽ കോർട്ടിൽ, രാജസദസ്സിൽ ദൂസരേ ദേശ് കാ, മറ്റ് രാജ്യത്തെ ഏക് വിദ്വാൻ മീൻസ് സ്കോളർ, പണ്ഡിതൻ, ഒരു പണ്ഡിതൻ വന്നത്, അന്യ രാജ്യത്തു നിന്ന് ഒരു പണ്ഡിതൻ ഇവരുടെ രാജസദസ്സിലേക്ക് വന്നു. ഉസ്നെ കഹ, വന്നിട്ട് അയാൾ പറഞ്ഞു, രാജൻ मैंने आपके दरबारियों के बारे में बहुत कुछ सुना है. കൃഷ്ണദേവരായരായിട്ടുള്ള രാജാവിനോട് പറയുകയാണ്, രാജൻ, മഹാരാജാവേ, ഞാൻ ആപ്കെ ദർബാരിയോം കെ ബാരേമേ, നിങ്ങളുടെ രാജസദസ്സിലുള്ള വ്യക്തികളെക്കുറിച്ച് ബൗത്ത് കുച്ച് സുനാഹെ, ഒരുപാട് കേട്ടിരിക്കുന്നു, നല്ല ബുദ്ധി സാമർഥ്യമുള്ള സദസ്സിലെ അംഗങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു. ക്യാ മേം ഉൻകി പരീക്ഷ ലേ സക്താ ഹൂം, ക്യാ എന്താ, മേം ഞാൻ, ഉൻകി പരീക്ഷ, നിങ്ങളുടെ സദസ്സിലെ അംഗങ്ങളെ പരീക്ഷ ലേ സക്താ ഹൂം, ഒന്ന് പരീക്ഷിച്ചോട്ടെ. രാജാനെ ഇതർ ഉദർ ദേക്ക, അത് കേട്ടപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഇതർ ഉദർ ദേക്ക, ഇതർ ഉദർ മീൻസ് ഇതർ ഹിയർ ആൻഡ് ദെയർ, അല്ലേ, ഇവിടെ അവിടേക്ക് ഇങ്ങനെ നോക്കി, ചുറ്റും നോക്കിയിട്ട് നോക്കി, എന്നിട്ട് ബോലെ പറഞ്ഞു, ഹാം ശരി, ക്യോം നഹി, എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ, നിങ്ങൾ പരീക്ഷിച്ചോളൂ. വിദ്വാനെ കഹ, ആ സ്കോളർ പറഞ്ഞു, മേരെ പാസ് ഏക് ബേഡ് ഹെ, അവരോടായിട്ട് പറയുകയാണ് മേരെ പാസ്, ആ സദസ്സിലെ അംഗങ്ങളോട് പറയുകയാണ് മേരെ പാസ്, എൻ്റെ അടുത്ത് ഏക്ക് ബേഡ് ഹെ, ബേഡ് മീൻസ് ഷീപ്പ്, ചെമ്മരിയാട്, എൻ്റെ അടുത്തൊരു ചെമ്മരിയാടുണ്ട്. വ ബഹുത്ത് പേട്ടു കിസ്മിക്കി ഹെ, ആ ചെമ്മരിയാട് എന്താണ്? വ ബഹുത്ത് പേട്ടു കിസ്മിക്കി ഹെ, ഒരു പ്രത്യേകതരൊരു ചെമ്മരിയാടുണ്ട്. ക്യാ കോയി ദർബാരി, എന്താ കോയി ദർബാരി, ഏതെങ്കിലും ബുദ്ധിസാമർഥ്യമുള്ള ഈ രാജസദസ്സിലെ അംഗങ്ങൾക്ക് ഐസാ കർ സക്താ ഹെ, ഇത് ചെയ്യാൻ സാധിക്കുമോ? കി എന്ത്?
വ ഗാസ് ന ഖായി, അതെന്ത് ചെയ്യരുത്, വഹ് അത് ഏത് ആ ചെമ്മരിയാട് ആ ബേഡ് ഗാസ് മീൻസ് ഗ്രാസ് പുല്ല്, ന ഖായി കഴിക്കരുത്, പുല്ല് കഴിക്കരുത്. എങ്ങനെ, ജബ്കി താസി ഗാസ് മീൻസ് മോർ ഗ്രാസ് കൂടുതൽ പുല്ലുകൾ ഉസ്കെ സാമനെ പടി ഹോ, അതായത് ആ ചെമ്മരിയാടിൻ്റെ മുന്നിൽ ബേഡിൻ്റെ മുന്നിൽ ഒരുപാട് പുല്ല് കെട്ടുകൾ കൊണ്ടുവയ്ക്കുക. പക്ഷേ എങ്കിലും എന്ത് ചെയ്യരുത്, ആ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും ആ ചെമ്മരിയാട് അതിലൊരു പുല്ല് പോലും കഴിക്കരുത്. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഏക് ദർബാറി ബോലുട, ഇത് കേട്ടപ്പോൾ ഏക് ദർബാറി ഒരു അംഗം പറഞ്ഞു, ഈ കോൺസ മുഷ്കിൽ കാര്യ ഹെ, ഇതെന്ത് കാര്യമാണ്, ബേഡ് കാ മുഹ്, ഇത് പ്രയാസമുള്ള കാര്യമാണോ? എന്താണ് ബേഡ് കാ മുഹ്, ബേഡിൻ്റെ വായി, മുഹ് മീൻസ് മൗത്ത്, ഇവിടെ മുഹ് മീൻസ് മൗത്താണ് കേട്ടോ. ബേഡ് കാ മുഹ് അല്ലേ, ഈ ഷീപ്പിൻ്റെ ബേഡിൻ്റെ മുഹ് വായ, ബാന്തുതോ എന്ത് ചെയ്തോ ഒന്ന് അടച്ചു വെച്ചോളൂ, വായ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടച്ചോളൂ. തബ് വഹ് ചാഹ്കർ, അങ്ങനെയാണെങ്കിൽ തബ് വഹ് അപ്പോൾ അങ്ങനെ അടക്കുകയാണെങ്കിൽ വഹ് ചാഹ്കർ അത് ആഗ്രഹിച്ചാൽ പോലും ഗാസ് നെഹി ഗാ പായേഗി, അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുല്ല് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിനെ ചെയ്യാൻ പറ്റില്ല. വായ അടച്ചിട്ട് വായ ഒട്ടിച്ച് എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുക അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കഴിക്കാൻ പറ്റുമോ? ഒരംഗം ചോദിച്ചു. ദൂസര ദർബാറി ബോല, അപ്പോൾ വേറൊരു അംഗം പറയേണ്ട ഒരു ഡിസിഷനാണ് എന്ത്, ഐസാബീത്തോ കർ സക്തേ ഹെ കി, ഐസാബീത്തോ ഇപ്രകാരം കർ സക്തേ ഹെ ചെയ്യാം, കി അതായത് ബേഡ്ക്കോ ഈ ബേഡിനെ ഈ ഷീപ്പിനെ ഏക്ക് പിഞ്ചരേമേ, എന്താ പിഞ്ചര സെല്ല് അല്ലേ, ഒരു സെല്ലിൽ ബന്ദ് കർ ദിയാ ജായേ അടച്ചോളൂ, ഔർ എന്നിട്ട് പിഞ്ചരേക്കെ ബാഹർ ആ സെല്ലിൻ്റെ പുറത്ത് ഒരു കൂട്ടിലടക്കിയ ഇതിനെ കൂടിൻ്റെ പുറത്ത് ഗാസ് രഖ് ദി ജായേ പുല്ലുകെട്ടുകൾ വെച്ചോളൂ, ഷർത്ത് ബി പൂരി ഹോ ജായേഗി ഔർ ബേഡ് ഗാസ് ബി നെഹി ഗാ പായേഗി, അതിനെ ആഗ്രഹിക്കുകയാണെങ്കിൽ കൂടി അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ആ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് പുല്ല് തിന്നാൻ അതിന് സാധിക്കില്ല എന്ന് രണ്ട് അഡ്വൈസ് രണ്ട് ദർബാരികൾ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് പേജ്. തെനാലിരാം ലിസൺ. തെനാലിരാമൻ കാ ജന്മ കബ് ഹുയി, തെനാലിരാമൻ്റെ ജന്മം എപ്പോഴാണ് ഉണ്ടായത്? 16वीं शताब्दी में हुई. കഹാം ഹുയി, തെനാലിരാമൻ കാ ജന്മ കഹാം ഹുയി, തെനാലിരാമൻ്റെ ജനനം എവിടെയാണ് ഉണ്ടായത്? ആൻസർ തെനാലിരാമൻ കാ ജന്മ ആന്ധ്രാപ്രദേശ് में हुआ था അല്ലേ. बचपन में उनके പിതാജി മർ ഗയെ ഉൻകാ പാലൻ പോഷൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ആരാ എടുത്തത്? ഉൻകി മാതാജിനെ കിയ അല്ലേ, അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ചെയ്തത് അല്ലേ. തെനാലിരാമൻ കേസ ബച്ചാത്ത ബച്പൻ സെ ഹി അല്ലേ, തെനാലിരാമൻ ബച്പൻ മേം ഹി അല്ലേ, കുട്ടിക്കാലത്ത് തന്നെ കേസ ബച്ചാത്ത എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? തെനാലിരാമൻ ബച്പൻ സെ ഹി ബൗത്ത് ചതുർത്തെ വളരെയധികം ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു അല്ലേ. ഓക്കെ. വിജയനഗർ കെ രാജാ കാ നാം ക്യാ താ, വിജയനഗരത്തിലെ രാജാവിൻ്റെ പേരെന്തായിരുന്നു? കൃഷ്ണദേവരായ അല്ലേ. അപ്പോൾ കൃഷ്ണദേവരായ് കഹാം കാ രാജാത്ത, കൃഷ്ണദേവരായർ കഹാം കാ എവിടുത്തെ രാജാവായിരുന്നു? വിജയനഗർ കാ അല്ലേ, വിജയനഗരത്തിലെ രാജാവായിരുന്നു. ഓക്കെ. ഏക് ദിൻ വിജയനഗർ കെ രാജാ കെ ദർബാർ में അനേക് ചതുർ ദർബാരി തേ അല്ലേ, വിജയനഗർ സാമ്രാജ്യത്തിലെ രാജാവായിട്ടുള്ള കൃഷ്ണദേവരായരുടെ റോയൽ കോർട്ടിൽ രാജസദസ്സിൽ ഒരുപാട് ബുദ്ധി സാമർഥ്യമുള്ള അംഗങ്ങളുണ്ടായിരുന്നു. ഉന്മേം സെ ബഹുത് ബഡ ബുദ്ധിമത്ത കോൻത, ബുദ്ധി സാമർഥ്യമുള്ളത് ആരായിരുന്നു? ആർക്കായിരുന്നു? തെനാലിരാമൻകോ അല്ലേ. ഏക് ദിൻ അന്യദേശ സെ ഏക് വിദ്വാനെ ഉസ് ദർബാർ में പ്രവേശ് കിയ, അന്യരാജ്യത്തു നിന്നൊരു രാജസദസ്സിലേക്ക് ഒരു പണ്ഡിതൻ വരികയും കൃഷ്ണദേവരായ സെ ക്യാ പൂച്ച, എന്താണ് അദ്ദേഹത്തോട് ചോദിച്ചത്? ആപ്കെ ദർബാർ में ദർബാരിയോം കോ പരീക്ഷ ലേക്കർ സക്താ ഹും, എനിക്ക്
താങ്കളുടെ രാജസദസ്സിലെ അംഗങ്ങളെ പരീക്ഷിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഉസ്കെ ലിയെ കൃഷ്ണദേവരായനെ അനുമതി ദിയ, അതിന് വേണ്ടി കൃഷ്ണദേവരായൻ എന്ത് ചെയ്തു? അനുമതി നൽകി, പെർമിഷൻ കൊടുത്തു. ഓക്കെ, പരീക്ഷ ക്യാത്ത, ആ പരീക്ഷണം എന്തായിരുന്നു? उन आदमी के उन विद्वान के साथ एक बेड था, वह बहुत पेटू किस्म की है, ले इसलिए इस पर दो दरबारी लोगों ने उपाय कहा, ले രണ്ട് ഇതിനെ സംബന്ധിച്ച് രണ്ട് അംഗങ്ങൾ എന്ത് ചെയ്തു? പിന്നെ എന്ത് ചെയ്തു? ഒരു ഐഡിയാസ് ഉപായി പറഞ്ഞു കൊടുത്തു അല്ലേ? ഓക്കെ, नेक्स्ट पेज। दूसरे देश से आए विद्वान ने कहा, नहीं नहीं, घास सामने होने का मतलब है कि भेड़ घास तक जा तो पाए लेकिन खुद ही घास को न खाए, उस पर किसी प्रकार की पाबंदी नहीं चाहिए। എന്താണ്? ദൂസരെ ദേശത്തെ, അന്യദേശത്തു നിന്ന് വന്ന വിദ്വാനെ കഹ, ആ സ്കോളർ പണ്ഡിതൻ പറഞ്ഞു, നെഹി നെഹി, വേണ്ട വേണ്ട, പറ്റില്ല പറ്റില്ല, ഗാസ് സാമനെ ഹോനെ കാ മത്ലബ് ഹേ കി, ഗാസ് എന്താ? ഗാസ് ഗ്രാസ്, പുല്ല്, സാമനെ ഹോനെ കാ മത്ലബ്, മുന്നിൽ വേണമെന്നതിൻ്റെ മത്ലബ്, മീനിങ്സ്, അർത്ഥം കി ഇതാണ്. എന്താണ്? ബേഡ് ഗാസ് തക്ക് ജാത്തോപ്പായി, നമ്മുടെ ബേഡ് എന്ത് ചെയ്യണം? മുന്നിൽ പുല്ല് വേണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ബേഡ് ഗാസ് തക്ക് ജാത്തോപ്പായി, ബേഡ് പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട് പുല്ലിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യണം? ഗാസ് തക്ക് ജാപ്പായി, അതിൻ്റെ അടുത്തേക്ക് പോകണം, പുല്ല് കഴിക്കാൻ വേണ്ടി പോകണം. ലേക്കിൻ എന്നാൽ ഗുദ്ഹി സ്വയം, അത് സ്വയം എന്ത് ചെയ്യണം? ഗാസ് കൊന്നക്കായി കഴിക്കരുത്, പുല്ല് തിന്നാൻ വേണ്ടി പോകണം, എന്നാൽ അത് പുല്ല് തിന്നരുത്. ഉസ് പർ കിസി പ്രകാർ കി, അതിന് കിസി പ്രകാർ കി പാബന്തി, അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? കിസി പ്രകാർ കി പാബന്തി, ഏതൊരു തരത്തിലുള്ള തടസ്സവും നഹീം ചാഹിയെ, നമ്മൾ ചെയ്യരുത്. അതിനെ ഉപദ്രവിക്കുന്ന തരത്തിൽ, അതിനെ വേദനിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യരുത്? ഒരു തടസ്സവും നമ്മളായിട്ട് സൃഷ്ടിക്കരുത്. അപ്പോൾ അതിനെ കൂട്ടിലടച്ചാൽ അതായത് പുല്ലിൻ്റെ അടുത്തേക്ക് പോകാനും സാധിക്കില്ല. അതുപോലെ അതിന് വായ അടച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു ഇറിറ്റേഷനാണ്, അപ്പോൾ അതിനെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ഇയാൾ അഡ്വൈസ് കൊടുത്തു വിദ്വാൻ. ഓക്കെ, आज लिए गए प्रस्तुत तेनालीरामन के बारे में इस कहानी बार बार पढ़ना, कोई संदेह है तो मुझसे पूछिए। आज की कक्षा में हम समाप्त करती हूँ।